ഫ്രണ്ട് ഇപ്പോ അക്ബറോ നെവിനോ അനുമോളോ അനീഷാണെങ്കിൽ എന്റെ ഫ്രണ്ട് താഴെ വീണു. ആ സമയത്ത് എന്റെ മൈൻഡിൽ വരാൻ പോണ ചിന്ത എന്ന് പറഞ്ഞാൽ ആ കൂട്ടത്തിൽ ആരാണോ എന്താണോ ഗെയിം എല്ലാം മറന്നുപോയിട്ട് അയാളെ എങ്ങനെ നമ്മൾ കൺഫെഷൻ റൂം വരെ ഹോസ്പിറ്റൽ വരെ കൊണ്ടുപോകാൻ പറ്റുമെന്നായിരിക്കും എന്റെ മൈൻഡ്. പക്ഷെ ഇവര് ഇങ്ങനെ അറിയില്ല. ഇവരുടെ മൈൻഡിൽ എന്താ, എങ്ങനെയും ഈ മൂന്ന് പേര് തൊടാതിരിക്കണം ഷാനവാസിനെ. നമ്മൾ അയാളെ കൊല്ലാൻ വേണ്ടി ആ ഒരു സാധനം വായിന്ന് പറഞ്ഞിട്ട് നമ്മളെത്ര ബാഡാക്കി കളഞ്ഞിട്ട് നമ്മൾ ആ സമയത്ത് ഗെയിമോ ഇല്ലെങ്കിൽ നമ്മുടെ സമയത്ത് ഗെയിമാണോ ഇല്ലെങ്കിൽ ബിഗ് ബോസ് വീടാണോ നമ്മൾ ഓർത്തിട്ടില്ല. ഗെയിമാണ് നമ്മൾ അറിഞ്ഞു ഞാൻ പറഞ്ഞ ഡ്രാമ കളിക്കില്ല. അവിടെ നമ്മൾ കത്തി ഇയാള് ശരിയല്ല, ഇയാൾക്ക് എന്ത് പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ നമ്മളെല്ലാം മറന്നുപോയി. ഇവരാണെങ്കിൽ അറിയില്ല എന്റെ കാര്യം ഞാൻ പറയാം, ഞാൻ എല്ലാം മറന്നുപോയി. ഫൈറ്റും എന്റെ കൂടെ ആളെ നിൽക്കുന്നത് എന്റെ സ്റ്റൈലിൽ ഞാൻ ആകെ എന്റെ ഫോക്കസ് ആണ് ഷാനവാസിനെ എങ്ങനെയും കമേഴ്ഷ്യൽ റൂമിൽ എത്തിപ്പിക്കുക. അതാണ് ബിഗ് ബോസ് 2 വർഷം പറഞ്ഞത്. അപ്പൊ ഞാൻ പൊക്കാൻ നോക്കുമ്പോൾ എന്റെ ഞാൻ മാതിരി കാണിച്ചോണ്ടിരിക്കാൻ പുറത്തു. അപ്പൊ എനിക്ക് അത് എന്ത് തോട്ടാണ്. നമ്മളൊരു സ്വന്തം കൂട്ടുകാരൻ താഴെ കിടക്കുമ്പോൾ നമ്മൾ മറ്റേ ആൾക്കാരെ കുറ്റം പറയാതെ അയാളെ കൺഫെഷൻ റൂമിൽ കൊണ്ടാക്കണം. അതല്ല നമ്മുടെ ഫസ്റ്റ് ജോലി. അപ്പൊ എനിക്കത് ഭയങ്കര ബാഡ് അടിച്ചു. ഈ 2 കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ബാഡ് അടിച്ചിട്ടുണ്ട്. ഇന്ന് മോർണിംഗ് ഈ ഇഷ്യൂ അത്. പിന്നെ ഫുഡ് ഈ പറഞ്ഞ പോലെ കഴിക്കണ്ട നിങ്ങൾ പറഞ്ഞ ഇഷ്യൂല് എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു പോയത് പൊതുവെ ഈ പറഞ്ഞ പോലെ ജോലി അതിലത് ബേസിക്കലി ഇവർക്ക് അക്ബറായിട്ട് ഒരു പേഴ്സണൽ വെൻഡേറ്റ ഉണ്ട്, പേഴ്സണൽ ആയിട്ട് ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അക്ബർ പറയുമ്പോൾ ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതിലൊന്ന് ഞാൻ വാഷ്റൂം കഴിക്കണം, നൂറ നീ കൂടി കഴിക്കണം പറയുമ്പോൾ സൗകര്യമില്ല പറഞ്ഞു. ബിക്കോസ് അതിന് മുമ്പ് അക്ബർ ഒന്ന് പറഞ്ഞിരുന്നു കഴുകാൻ. അപ്പോൾ ആൾ പറഞ്ഞ സൗകര്യമില്ല. അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഫുഡ് കൊടുക്കാനും നമുക്ക് ഒരു സൗകര്യമില്ല. ആ ഒരു വാക്കിലാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ. പക്ഷെ നമ്മൾ 3 പേര് ഡിസ്കസ് ചെയ്തു ഈ കാര്യം. എവിടെ എടാ അങ്ങാണെങ്കിൽ ഫുഡ് തരണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ അത് കഴിഞ്ഞിട്ടും പറഞ്ഞിട്ടുണ്ട് ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുക, അതായിട്ട് ഫുഡ് വേണം. പക്ഷെ അവർക്ക് മനസ്സിലാവണം ഈ പറഞ്ഞ പോലെ ജോലി ചെയ്യില്ല എന്ന് പറഞ്ഞ സൗകര്യം എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും കോൺസിക്വൻസസ്. ആ കോൺസിക്വൻസസ് കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്തൊരു നാടകം എന്ന് പറയാൻ ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മൾ അവിടെ നാടകം മാത്രമല്ല, നമ്മളൊരു ഡിസിഷൻ ഉണ്ടാക്കിയതാ ഒരു 10 മിനിറ്റ് ആയിട്ട് ഫുഡ് തരാം. പക്ഷെ തൽക്കാലം ഈ പറഞ്ഞ പോലെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഈ പറഞ്ഞ ജോലി ചെയ്യാൻ സൗകര്യം എന്ന് പറഞ്ഞാൽ ഫുഡും തരാൻ സൗകര്യമില്ല എന്ന് നമ്മളും പറയും. അപ്പൊ നമ്മൾ ആ ഫ്ലോയിൽ പറഞ്ഞു പോയ സാധനം ഇവര് നമ്മുടെ കേസ് എടുത്ത് എങ്ങനെയാ, ഞാൻ ഗ്യാസ് കാരണം ഞാൻ ഹോസ്പിറ്റലിൽ പോയി, നിങ്ങൾ എന്നെ ഇങ്ങനെ ആക്കി, ഞങ്ങൾ ഫുഡ് കിട്ടിയിട്ടില്ല, ഫുഡ് കാരണം ഇതായി, നിങ്ങൾ എങ്ങനെയാണ് ഈ ബിഗ് ബോസ് വീട്ടിൽ ആദ്യമായിട്ടാണ് ഒരു ഫുഡ് കിട്ടാതിരുന്നത്. അഞ്ചിട ഇത്ര വിശപ്പുള്ള ആളാണെങ്കിൽ, അത്ര ഗ്യാസ് പ്രശ്നവും വിശപ്പും ആണെങ്കിൽ അകത്ത് ചോറിരിക്കുന്നുണ്ട്, തക്കാളി രസിക്കുന്നുണ്ട്, ഇഷ്ടംപോലെ ഫുഡ് ഇരിക്കുന്നുണ്ട്, വിളമ്പി ഫുഡില്ലേ അതുപോലെ ചോദിക്കാത്ത ആൾക്കാർ രാത്രി അതുപോലെ ചോദിച്ചിട്ടില്ല. അതിന് മുമ്പത്തെ രാത്രി ഫുഡുണ്ടാകത്ത് ഫുഡില്ലേ ഡിന്നറില്ലേ അങ്ങനെ പോലും മിണ്ടാത്ത ആൾക്കാർ നെക്സ്റ്റ് മോർണിംഗ് വന്ന് ഉണ്ടാക്കുന്നത് ഒരു വലിയൊരു